BMC Global Live ബിസിനസ് ടോക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This program is brought to you by City Tower, City Wear and City Shoes, Ankamali. Powered by Liotech Solar Solutions, Mayil Foodstuffs, Mukanur and Cochin Kalabavan Ankamali franchise. കോൺഫിഡൻസ് ഇസ് ദ ബെസ്റ്റ് ഔട്ട്ഫിറ്റ്. റോക്ക് ഇറ്റ് ആൻഡ് ഓൺ ഇറ്റ്. ഈ ആഴ്ചയിലെ നമ്മുടെ ബിസിനസ് ടോക്കിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ വരുന്നത് നാഷി ഡിസൈൻസ് ഓൺടർപ്രണേഴ്സായ ഡോണ ആൻഡ് ഷിൻഡ. വെൽക്കം ടു ദ ഷോ. എന്താണ് നാഷി? നാഷി എന്ന് പറയുമ്പോൾ നാഷി ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആണ്. നമ്മളുടെ ബ്രൈഡ്സ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ റെഡി വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു റെഡി ആയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മളുടേതായ ഇഷ്ടങ്ങളെല്ലാം ഒത്തിണങ്ങി കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ആ ഡ്രസ്സിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഗ് ഡേ, ഒരു ഡ്രീം ഡേക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതാണ് ഞങ്ങൾ നാഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷി ഡിസൈൻസിൽ ഇപ്പോൾ കൂടുതലും ഏത് ടൈപ്പിലുള്ള കോസ്റ്റ്യൂംസ് ആണ് ഡിസൈൻ ചെയ്യാനായിട്ട് കൂടുതൽ വരുന്നത്? നമുക്ക് ബ്രൈഡൽ ഡ്രസ്സാണ് കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഒരു 6-7 years ആയി. ഇപ്പോൾ നമ്മളൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഡ്രസ്സുകൾ ബ്രൈഡിൻ്റെ ഡ്രസ്സാണ് കൂടുതലും. എല്ലാം കസ്റ്റമൈസ് ചെയ്യും നമ്മൾ. ഇപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ കസ്റ്റമേഴ്സ് വരും. അവർ നമുക്ക് മെസ്സേജസ് ത്രൂ ആയിരിക്കും നമ്മൾ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ വാട്സപ്പ് കോള്, വീഡിയോ കോള് എല്ലാം ചെയ്തിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കും. അവരുടെ മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കൂടുതലും നമുക്ക് ലെഹങ്കാസ്, വെഡ്ഡിങ് ഗൗൺസ്, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റ്യൂംസും നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കും. ഓൺലൈൻ കസ്റ്റമൈസേഷൻ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഓൺലൈൻ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾക്ക് നാഷി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്സ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ റീൽസ് ഇടും, ഫോട്ടോസ് ഇടും, എല്ലാം അപ്ലോഡ് നമ്മൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന നേരത്തെ നമുക്ക് ഓൾറെഡി മെസ്സേജസ് വരും കസ്റ്റമേഴ്സിൻ്റെ. ഇത് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് ത്രൂ ആയിട്ട് നമ്മൾ നമ്പർ കൊടുക്കും, അവർ കോൺടാക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് ചാറ്റ് ചെയ്ത് അവരുമായിട്ട്. കുറേ കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പം നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് മെഷർമെൻറ്റ്സും എല്ലാം ഓൺലൈൻ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടായിരിക്കും എടുക്കണേ. അപ്പോൾ അവർ മെഷർമെൻ്റ് എടുത്ത് പിന്നെ ട്രയലിനായിരിക്കും അവർ ആദ്യമായിട്ട് ആ ഡ്രസ്സ് കാണാൻ പോണത്. ട്രയൽ കണ്ടു കഴിയുമ്പോൾ വലിയ ഓൾട്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടായിരിക്കുമല്ലോ മെഷർമെൻ്റ് എടുക്കണേ. അപ്പോൾ ഓക്കെ ആയിരിക്കും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കും, പിന്നെ അവർ കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാവുമ്പോൾ ആർക്കും ഇപ്പോഴത്തെ നമുക്കറിയാം, ഇപ്പോഴത്തെ മിക്ക ആൾക്കാരും തന്നെ നാട്ടിലില്ല. നമ്മുടെ പുതിയ ഒരു ബ്രൈഡ് അങ്ങനത്തെ ആൾക്കാർ പിള്ളേർ സെറ്റ് എല്ലാം തന്നെ പുറത്താണ്. അപ്പം പിന്നെ അവർക്ക് ആ ഒരു ഓപ്ഷനാണ് കൂടുതലുള്ളത്. അപ്പോൾ കൂടുതൽ ബ്രൈഡ്സും അങ്ങനെ തന്നെയാണ് നമുക്കുള്ളത്. ഓൺലൈൻ തന്നെയായിരിക്കും നമ്മളെല്ലാം ചെയ്തിട്ട് ഫസ്റ്റ് ട്രയൽ നമ്മുടെ ഷോപ്പിൽ വന്ന് അവർ ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയിലും ചെയ്യും. ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെങ്ങനെയാ പാർട്ട്നേഴ്സ് ആയത്? റിലേറ്റീവ്സ്? ഞങ്ങൾ സിസ്റ്റേഴ്സാണ്. ഞാൻ ചേച്ചി, അവൾ അനിയത്തി. അങ്ങനെ. എങ്ങനെയാണ് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്? ഫാമിലി ഇങ്ങനെ ഒരു കോൺസെപ്റ്റിന് വേണ്ടി, അതായത് നമ്മളിങ്ങനെ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും കുറെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഇത് സക്സസ് ആവോ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഫാമിലിയിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യായിരുന്നോ? ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഇത്രയും വർഷം അങ്ങ് മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആഗ്രഹത്തിന് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് വേണം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ശരിക്കും ഉള്ളതുകൊണ്ട് ആണ് നമ്മളിത് ഇങ്ങനെ റൺ ചെയ്തിട്ട് വന്നതും. ഇപ്പം നമ്മളൊരു ചെറിയ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു വലിയ ഷോപ്പിലോട്ട് നമ്മൾ ചേഞ്ച് ആയി. അപ്പം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും രണ്ടുപേരും ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും ഉള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ആയത്. അങ്ങനെ ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡിസൈൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഷോപ്പിൽ അവൈലബിൾ ആണോ?
ഓൺലൈൻ കസ്റ്റമേഴ്സിന് അത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരല്ല, നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണോ? മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബുട്ടിക്കിന് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ലെവലിലോട്ട്, അതായത് ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരത് തേടിപ്പിടിച്ച് അങ്ങനെ കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ അവർ അതിന് ലൈനിങ് എടുക്കണം, അതിനുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നമ്മളെല്ലാം ഒരുമിച്ചാണ്. നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുക്കത്തില്ല, നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മെറ്റീരിയൽസ്, അവർക്ക് വേണ്ട ഹാൻഡ് വർക്ക് എല്ലാം ഒരുമിച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു റെഫറൻസ് ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള ഒരു മെറ്റീരിയൽ അന്വേഷിച്ച് കസ്റ്റമർ ഇപ്പോൾ എല്ലായിടത്തും അലഞ്ഞ് നടക്കണേക്കാളും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇപ്പോൾ നാഷിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ റെഫറൻസിലുള്ള സെയിം പോലെ നമ്മൾ റിപ്ലിക്ക ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമുക്ക് നോർമലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാ മെറ്റീരിയൽസും എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഏത് ഷെയ്ഡിലോട്ട് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിനാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ലെഹങ്കയാണോ ഗൗണാണോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. ക്ലോത്ത് ഡൈയിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെല്ലാമാണ്? ക്ലോത്ത് ഡൈയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് നമുക്ക് കിട്ടണമെന്നില്ല. എല്ലാവർക്കും പല കളറിനോട് ഇഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കാം, ഡാർക്ക് ആയിരിക്കാം, പേസ്റ്റൽസ് ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡി മെറ്റീരിയലിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള കളറിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡൈയിങ് എന്ന് പറയുന്നത്. അത് പല മെറ്റീരിയൽസിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണെങ്കിലും വർക്ക് വരുന്നൊരു മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൂടുതലും ബ്രൈഡ്സ് ആണെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്സ് വരെ നമ്മൾ ആ ഡൈയിങ് മെറ്റീരിയൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസും നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഡൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തോന്നുവാണെങ്കിൽ നമുക്ക് 2 കളർ വേണം. അപ്പോൾ നോർമലി നമുക്ക് ഒരിക്കലും ആ മെറ്റീരിയലിനെ നമുക്ക് ഇഷ്ടമുള്ള 2 കളറിനെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ ഡൈയിങ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ബെറ്ററാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിനെ വേണമെങ്കിലും ആ ഡബിൾ ഷെയ്ഡിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ഷെയ്ഡിൽ എത്ര ഷെയ്ഡ്സിനെ വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് മെഷർമെൻ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ആഫ്റ്റർ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണത്? പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ മെഷർമെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഓർഡർ ഷീറ്റ് എല്ലാം ഫില്ല് ചെയ്ത് എന്താണോ പാറ്റേൺ അതെല്ലാം നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യും. അതിനകത്ത് നമ്മൾ ഡൈയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈയിങ് ചെയ്യാൻ ഫസ്റ്റ് കൊണ്ടുപോകും. അതിനുശേഷം നമ്മൾ അവരുടെ മെഷർമെൻറ്റ് വെച്ച് മാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യിക്കും. എങ്ങനെയാണ് മെഷർമെൻറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാസ്റ്ററിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കും. മാസ്റ്റർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മാർക്കിംഗ് പ്രോസസ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഹാൻഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. പിന്നീട് നമ്മൾ അതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് അങ്ങനെയായിരിക്കും അതിൻ്റെ പ്രോസസ്സ് പോവുക. പിന്നെ കട്ടിങ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രയലാണ്. ട്രയലെല്ലാം കഴിഞ്ഞ് ഡെലിവറി ആ ഒരു ഇതിനകത്തേക്കാണ് പോകുന്നത്. ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണല്ലോ നിങ്ങൾക്ക് കൂടുതലും വരുന്നത്. അത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ കൂടുതലും ചൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഓൺലൈൻ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എയർപോർട്ട് അടുത്താണ്. നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ അടുത്താണ്. ഒരു 5 കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ നമുക്ക് കാലടിയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പം നമുക്ക് അവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനൊക്കെ എളുപ്പം, അവർ നോക്കുമ്പോൾ ആക്സസ് ചെയ്യാൻ എളുപ്പം കുറച്ച് ആ ഒരു ഏരിയ ആയതുകൊണ്ടും, പിന്നെ നമുക്ക് ഒരു ബ്രൈഡ് ഓൾറെഡി ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ അവരുടെ റിലേഷനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞും അറിഞ്ഞും ഒക്കെ ആയിട്ട് അവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പം അവരങ്ങനെ നമ്മുടെ അടുത്ത് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നോക്കിയിട്ട് അവർ വരും. ഇന്നത്തെ ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് ഒരു ഡ്രസ്സ് കളക്ട് ചെയ്ത ശേഷം അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു എളുപ്പം കൂടി നോക്കിയിട്ട് അങ്ങനെയും വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്. ഓൾറെഡി ഇങ്ങനെ ഓൺലൈൻ ചെയ്യണതായതുകൊണ്ട് തന്നെ എല്ലാ ബ്രൈഡ്സിനും കുറച്ച് ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് കളക്ട് ചെയ്യണത് തന്നെയായിരിക്കും അവർക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി അവരുടെ ഉണ്ടാവുക ബാക്കി ഫ്രണ്ട്സ് സർക്കിളിലുള്ള എല്ലാവരും നമ്മുടെ അടുത്ത് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും പിന്നെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓൾട്രേഷൻസോ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് അറിയുമ്പോൾ അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും വരിക. അങ്ങനെ ചെയ്തു വരുന്നവരാണ് കൂടുതലും വന്നത്. പിന്നെ ബ്രൈഡ്സിന് കളക്ട് ചെയ്ത് കൊണ്ടുപോയാലും വേറെ ഫങ്ഷൻ 1 മാസമോ 2 മാസമോ ഡേറ്റ് ഉണ്ടെങ്കിലും വേറെ വലിയ വണ്ണം വയ്ക്കുകയോ അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ലൂസാക്കണമെങ്കിലും ടൈറ്റ് ആക്കണമെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്തിടാറുണ്ട് എക്സ്ട്രാ ചെയ്യാനുള്ള ഓപ്ഷൻസ്.
സോഷ്യൽ മീഡിയ എത്രമാത്രം ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ? സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഒത്തിരി നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം പുതിയ പുതിയ പാറ്റേൺസ് അപ്ഡേറ്റഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ നമ്മളായാലും നമുക്കൊരു പുതിയ പാറ്റേൺ നമ്മുടെ ഷോപ്പിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവിടെ തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അത് കണ്ടിട്ടായിരിക്കും നമുക്ക് എൻക്വയറീസ് വരാം. ഇപ്പോൾ നമ്മൾ സാരീസ് ആണെങ്കിലും എന്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമ്മളായാലും റെഫറൻസ് നോക്കുന്നത് ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നതും എല്ലാം ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. യങ്സ്റ്റേഴ്സായ ഓൺടർപ്രണേഴ്സ് എന്ന രീതിയിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കൊരു പാഷനായിരുന്നു ഒരു ഡിസൈനിങ് ബുട്ടിക്ക് തുടങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഇഷ്ടമായിരുന്നു. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരും കൂടി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ, ഞങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ നമുക്കത് ഓക്കെ, അത് തുടങ്ങാൻ പറ്റി. അതുപോലെ തന്നെ നമുക്കൊരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തുടങ്ങാൻ പറ്റും. തുടങ്ങിയാൽ മാത്രം പോരാ, നമുക്കതിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പല സ്ഥലത്തും നമ്മളത് ഓക്കെ അല്ല, പറ്റില്ല എന്ന് വിചാരിച്ചാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നൈറ്റ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റാഫ് ഇല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ മാക്സിമം അവരുടെ എഫേർട്ട് മൊത്തം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. BMC ബിസിനസ് ടോക്ക് എന്ന ഞങ്ങളുടെ ചാനൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ അഡ്വൈസുകൾ ഞങ്ങൾക്കായി പങ്കുവച്ചതിൽ നന്ദി. ഇനിയും നിങ്ങളുടെ ബിസിനസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതിന് നന്ദി. നാഷി ഡിസൈൻസ് എന്താണെന്ന് നിങ്ങളിലേക്ക് പറയാൻ സാധിച്ചതിലും ഒത്തിരി നന്ദി. താങ്ക് യു.